ചർച്ചയിലേക്കാണ് ശ്രീ ആർ വി ബാബു. ഇപ്പോൾ ദേവസ്വം ബെഞ്ചാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ ഈ അന്വേഷണമോ ഈ വിഷയമോ ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ശബരിമലയുടെ വിഷയത്തിൽ മാത്രമല്ല, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ വളരെ കൃത്യമായി ജാഗ്രതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിക്കുന്ന സംവിധാനമാണല്ലോ. ഇപ്പം ജസ്റ്റിസ് രാജാ വിജയരാഘവനെ കുറിച്ചും ജസ്റ്റിസ് ജയകുമാറിനെ കുറിച്ചും മറിച്ചൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ, ഹിന്ദു ഐക്യവേദിക്കുണ്ടോ? അവർ വളരെ ഇന്റഗ്രിറ്റി ഉള്ള ജഡ്ജിമാരാണെന്ന് മാത്രമല്ല, ഈ കാര്യങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി ഇതിൽ സത്യം പുറത്തു വരണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ആക്ട് ചെയ്യുന്ന ആളുകളല്ലേ. അപ്പോൾ അവർ ഓരോ തവണയും സീൽഡ് കവറിൽ SITയുടെ റിപ്പോർട്ട് വാങ്ങുന്നുണ്ട്, അവർ അത് വിലയിരുത്തുന്നുണ്ട്. അവർക്ക് SITയെ വിശ്വാസമാണെങ്കിൽ പുറത്തുള്ളവർ അവിശ്വസിക്കണോ? അല്ല, ഞാൻ നമ്മുടെ അഭിലാഷെ ഒരു 2 ജഡ്ജിമാരുടെ പേര് ഈ ചർച്ചയിലേക്ക് വലിച്ചെടുക്കുന്നത് നമ്മൾ ശരിയല്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നമുക്ക് ജഡ്ജിമാരല്ല, നമ്മൾ കോടതിയെ സംബന്ധിച്ച് കോടതിയുടെ നിലപാടുകളെയാണ് വിമർശിക്കുന്നത്, ജഡ്ജിമാരെയല്ല വിമർശിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പേരുകൾ ദയവായി ഈ ചർച്ചയിൽ വലിച്ചഴിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വ്യക്തിപരമായിട്ട് അവരൊക്കെ ഇൻറ്റഗ്രിറ്റി ഉള്ളവരാണ് എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ചില അസ്വാഭാവികമായ നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പറയുകയാണല്ലോ, മാന്യമായി പറയുകയാണത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ ഈ SITയെ തെരഞ്ഞെടുത്ത രീതി അസ്വാഭാവികമായ ഒരു രീതിയാണ്. വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് അതിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുന്ന രീതി അസ്വാഭാവികമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണ്. അത് ജഡ്ജിമാരോടുള്ള വിമർശനമല്ല, കോടതിയുടെ നടപടിക്രമങ്ങളോടുള്ള വിമർശനമാണ്. SITയെ കുറിച്ചുള്ള വിമർശനത്തെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ കോടതിയുടെ മറ്റൊരു ബെഞ്ച്, അതും അസ്വാഭാവികമാണ്. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ഒരു ഡിവിഷൻ ബെഞ്ച് മോണിറ്റർ ചെയ്യുന്ന ഒരു കേസിനെ കുറിച്ച് മറ്റൊരു ബെഞ്ച് വിമർശിക്കുക എന്ന് പറയുമ്പോൾ അതും അസ്വാഭാവികമാണ്. അസ്വാഭാവികമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. വിമർശിക്കുകയാണെന്ന് മാത്രമല്ല, ഓരോ തവണയും എല്ലാ അവസരത്തിലും അതിനിശ്ചിതമായ ഭാഷയിൽ SITയെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. അതെ അതെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ്, ഞാനല്ല സത്യത്തിൽ ഇതിന് മറുപടി പറയേണ്ടത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ്, അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ വിമർശനത്തോട് ഡിവിഷൻ ബെഞ്ചാണ് മറുപടി പറയേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ലേമാനാണ്, പുറത്തു നിന്ന് ഈ കളി കാണുന്ന ആൾക്കാർ മാത്രമാണ്. പക്ഷേ അഭിലാഷ്, ഒരു കാര്യം, SIT കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയിൽ, കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിച്ചിട്ട് മുന്നോട്ട് വന്ന സമയത്ത് അതിന് എതിരായിട്ട് SIT കൊടുത്ത റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? മൊത്തം 5 പേര്, ആ 5 പേര്, അതായത് കട്ടിലപാളി കേസിൽ 3 പേരും ദ്വാരപാലക പീഡ കേസിൽ 2 പേരും, അതിൽ 3 പേര് വളരെ നിർണായകമായ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് SIT കൊടുത്തിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് 5 ദിവസമായല്ലോ. ആ 3 പേര് ആരാണ്? ആ 3 പേരെ എന്തുകൊണ്ട് അവരാരാണ് എന്നുള്ളതിനെ കുറിച്ച് SIT അന്വേഷിക്കുന്നുണ്ടോ? ആരെ കുറിച്ചായിട്ടാണ് SIT ആ നിർണായകമായ 3 പേര് അല്ലെങ്കിൽ 3, 2, 5 പേര് എന്ന് പറയുന്നത്? ഈ 2 കേസിലും കൂടി നമ്മൾ അറിയണ്ടേ ഇവിടെ എവിടെ എത്തി നിൽക്കുന്നു അന്വേഷണം? ഇപ്പോ പ്രശാന്തിനെ 3 തവണ ചോദ്യം ചെയ്തു, പ്രശാന്തിനെ ചോദ്യം ചെയ്ത് വിട്ടിരിക്കുകയാണ്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണമെന്നോ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഗ്രേ ഏരിയകൾ ഒരുപാട് നമ്മൾ കാണുന്നു. എന്നിട്ട് അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ ഏതെങ്കിലും ഒരു പ്രമുഖമായിട്ടുള്ള ഒരാൾ, അതായത് തന്ത്രി ഇപ്പം അറസ്റ്റ് ചെയ്തു, എന്നിട്ട് അതിനകത്ത് വാജിവാഹനം കൊണ്ടുവരുന്നു. വാജിവാഹനവും ഈ കേസും തമ്മിലൊരു ബന്ധമില്ല. വാജിവാഹനം നഷ്ടപ്പെട്ടു എന്നൊരു പരാതി പോലും എവിടെയില്ല. തന്ത്രിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രിയെ ശിക്ഷിക്കണം എന്ന് തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. തന്ത്രിയുടെ കേസ് നിയമത്തിന്റെ വഴിക്ക് പോകണം, അതിന് യാതൊരു സംശയവും വേണ്ട എന്ന് കൃത്യമായി ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ കേസിനെ മൊത്തം ഒരു ഗ്രേ ഏരിയയിൽ നിർത്തിക്കൊണ്ട് ഈ യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം SIT ഉണ്ടാക്കിയെടുക്കുകയാണ് എന്ന ആശങ്ക അഭിലാഷേ, ഇത് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഞങ്ങളുടെ ആ അഭിപ്രായം ശരിവെക്കുന്ന നിലപാടുകളാണ് ഇപ്പോൾ കോടതി അടക്കം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ശ്രീ സുരേഷ് പറയുകയുണ്ടായി ഈ കേസിനെ സംബന്ധിച്ച് EDയുടെ അന്വേഷണം. ഞാനതിലേക്ക് അതൊക്കെ ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാനുള്ള ചില ആരോപണങ്ങളാണ്, ഞാനതിലേക്ക് കടക്കുന്നില്ല. പ്രശ്നം എന്താണ്? CPMന്റെ നേതാക്കന്മാരല്ലേ സുപ്രീം കോടതി പോയത് ജാമ്യം തേടിയിട്ട്? ദൈവത്തെ കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞത് ആരെയാ? CPMന്റെ നേതാവിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുന്നവരെന്ന് പറഞ്ഞത്. ദൈവത്തെ കൊള്ളയടിക്കുന്നവർ എന്ന് നിശ്ചിതമായ വിമർശനം സുപ്രീം കോടതി CPMന്റെ നേതാക്കന്മാർക്കെതിരെ നടത്തുമ്പോൾ ആ CPM ആ നേതാക്കന്മാരോട് എടുക്കുന്ന നടപടി എന്താണ്? രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവനെ പുറത്താക്കിയ CPM ഇവിടെ സ്വർണം കട്ടവന് പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആളെ പുറത്താക്കാൻ CPM തയ്യാറായിട്ടുണ്ടോ? അഭിലാഷേ,
ശരി. രക്തസാക്ഷി ഫണ്ട്, ധനരാജന്റെ രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് 1.25 കോടി രൂപ പിരിച്ചെടുത്ത് അത് തട്ടിയെടുത്ത ഇത് ചൂണ്ടിക്കാണിച്ച് ജില്ലാ കമ്മിറ്റി മെമ്പർ രംഗത്ത് വന്ന അദ്ദേഹത്തെ പുറത്താക്കിയ പാർട്ടിക്ക് ഇവിടെ കോടാനുകോടി വരുന്ന വിശ്വാസികളുടെ സ്വർണം തട്ടിയെടുത്ത് അത് ദൈവത്തെ കൊള്ളയടിച്ചു എന്ന് സുപ്രീം കോടതി പോലും ആരോപിക്കുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ പാർട്ടി എടുക്കുന്നത്? എന്നിട്ട് ചാർജ് ഷീറ്റ് വരട്ടെ, റിമാൻഡ് റിപ്പോർട്ട് ഞങ്ങൾ കാണട്ടെ, ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്ന ദുർന്യായം പറഞ്ഞ് ഇവര് പാർട്ടിയുടെ ഈ പറയുന്ന നേതാക്കന്മാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ന്യായങ്ങൾ പറഞ്ഞ് ഈ കേസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കരുത്.